നമസ്കാരം, സുമിയാണ്. ലൈഫ് ഓഫ് സുമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ചെറിയ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പം ഞാൻ ഈ രാവിലെ തന്നെ ഒരുങ്ങിയിരിക്കുന്നത് ലാബിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഒരാഴ്ച നമ്മൾ കഴിഞ്ഞ ആഴ്ച സ്കാനിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്യണം, അടുത്തുള്ള ഏതെങ്കിലും ലാബിൽ പോയി ടെസ്റ്റ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഇവിടുന്ന് ഒരു 5 മിനിറ്റ് പോയാൽ നമ്മുടെ അങ്ങാടി എത്തും. അപ്പോൾ അവിടെ ഒരു ലാബുണ്ട്, അവിടെ പോയിട്ട് ഷുഗർ ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ റെഡിയായി നിൽക്കുകയാണ്. അച്ചാച്ചനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരു ഓട്ടോറിക്ഷ വിടാൻ. ഓട്ടോയിൽ പോകാവുന്ന ദൂരമേ ഉള്ളൂ, ഒരു 5 മിനിറ്റും കൂടെ ഇല്ല ഓട്ടോയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം ഞാനും അച്ഛമ്മയും കൂടെ പോയി ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് വരാൻ വിചാരിക്കണേ. പിന്നെ ഇത് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ഉള്ളതാണ്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടും ടെസ്റ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ അതിനുവേണ്ടി ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. മഴയൊന്നും പെയ്തിട്ടില്ല, പക്ഷേ ഒരു ഇരുണ്ട് മൂടിയ പോലെ അങ്ങനെ നിൽക്കുന്നുണ്ട്. മഴ പെയ്യായിരിക്കും എന്നുള്ള വിശ്വാസത്തിലാട്ടോ നിൽക്കുന്നത്. രാവിലെ അമ്മ അടുക്കളയിൽ നല്ല തകൃതിയായിട്ടുള്ള പണിയിലാണ് കേട്ടോ. ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണം അമ്മയ്ക്ക് നഴ്സറി പോകാൻ, അംഗൻവാടിയിൽ. അമ്മ അംഗൻവാടി ടീച്ചറാണ് കേട്ടോ. അപ്പോൾ അമ്മ അവിടെ ഓരോ പണി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അച്ഛമ്മ ഇതേ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനും അച്ഛമ്മയും കൂടിയാണ് കേട്ടോ ഇവിടെ അടുത്തുള്ള ലാബിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഓട്ടോ വിളിച്ചിട്ടുണ്ട്. അച്ഛൻ കടയിലായതുകൊണ്ട് തന്നെ നമ്മൾ അച്ഛനെ വിളിച്ച് പറയും ഓട്ടോ വിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അച്ചാച്ചൻ ഓട്ടോറിക്ഷ വീട്ടിലേക്ക് പറഞ്ഞേക്കിട്ട്. അപ്പോൾ ഞങ്ങൾ ഓട്ടോയിലൊക്കെ കയറി അങ്ങോട്ട് പോവുകയാണ്. തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ, ഒരുപാട് ദൂരമൊന്നുമില്ല. പിന്നെ ഒരു കൊറിയർ മാത്രമേ എനിക്കൊന്ന് അയക്കാനുണ്ടായിരുന്നു കേട്ടോ, നമ്മൾ കട്ടിംഗ് ബോർഡിൻ്റെത്. അത് DTDC അവരെ വീടിൻ്റെ അടുത്തില്ല പറഞ്ഞപ്പോൾ ഞാനന്ന് പോസ്റ്റ് ഓഫീസ് വഴി അയക്കാൻ വിചാരിച്ചു. അപ്പോൾ ചെക്കപ്പല്ല, നമ്മുടെ ടെസ്റ്റ്, ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്ത് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ അത് പോസ്റ്റ് ഓഫീസിൽ അയക്കണം. അപ്പോൾ ആ ഒരു കൊറിയറും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ സ്റ്റോപ്പാണ് ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റോപ്പ് കേട്ടോ, ബസ്സൊക്കെ നിർത്തുന്നത്. ബസ്സൊക്കെ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഷുഗറൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് വരാം. എല്ലാ ആഴ്ചയിലും ഞാൻ ഇവിടെ തന്നെയാണ് വരിക. ഇല്ലെങ്കിൽ കുറച്ച് ദൂരം പോകണം, ഒരു 10-15 മിനിറ്റ് ദൂരം പോകണം. പിന്നെ ഷുഗർ ടെസ്റ്റ് ചെയ്യാനല്ലേ, അപ്പോൾ അടുത്ത് തന്നെ ടെസ്റ്റ് ചെയ്യുന്നതാണല്ലോ നല്ലത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാനുണ്ട്, ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ വീടിൻ്റെ അടുത്തുള്ള ലാബിൽ നിന്ന് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സുഖമാണല്ലോ, പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് വരാനൊക്കെ. അങ്ങനെ ഷുഗറൊക്കെ ടെസ്റ്റ് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവുകയാണ്. ഞങ്ങളെ വീടിൻ്റെ അടുത്ത് ഒരുപാട് റബ്ബർ തോട്ടമാണ് കേട്ടോ. ഒട്ടുമിക്കതും കൂടുതലും റബ്ബർ തോട്ടമാണ്. പിന്നെ കുറച്ച് തെങ്ങും തോട്ടം അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വന്ന് ഇവിടുന്ന് 2-3ാമത്തെ വീടാണ് കേട്ടോ നമ്മുടെ വീട്. നല്ല പച്ചപ്പായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ വീടിൻ്റെ മുൻഭാഗം എന്ന് പറയുന്നത്. മുൻഭാഗം ഭയങ്കര വലിയ റബ്ബർ തോട്ടം ആയതുകൊണ്ട് എപ്പോഴും പച്ചപ്പായിരിക്കും. രസമാണ് നമുക്ക് പുറത്തിറങ്ങി നടക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും ഒക്കെ ഒരു നല്ലൊരു പച്ചപ്പും ഹരിതാപമൊക്കെ കണ്ടുകൊണ്ട് രാവിലെ എണീറ്റ് വരിക, അത് കാണുക എന്നൊക്കെ പറയുമ്പോൾ നല്ലൊരു കണ്ണിനൊരു കുളിർമയും മനസ്സിനും ഒരു കുളിർമ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ പോയി വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഷുഗറൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പോയി വന്ന് കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത് അച്ഛമ്മ ഒരു പായസം ഉണ്ടാക്കാൻ വേണ്ടി പോകട്ടെ, വെറുതെ എത്തിയിട്ടോ. എനിക്ക് അല്ല, വെറുതെ ശർക്കര വാർന്നു തുടങ്ങി. അപ്പോൾ ഞാൻ ബാക്ക് ക്യാമറയിലിട്ട് കാണിച്ചു തരാം. പച്ചരിന്റെ പായസം അച്ഛമ്മ ഉണ്ടാക്കണത്. പച്ചരി പായസം ഉണ്ടാക്കണത് കേട്ടോ, കടയിൽ നിന്നൊക്കെ കിട്ടുന്ന മോഡലിലുള്ള പായസം ഉണ്ടാക്കണത്. പച്ചരി വേവിച്ചില്ല, ആദ്യം പച്ചരി വേവിച്ചു. ഇപ്പൊ ശർക്കര വാർന്നു. തേങ്ങാപ്പാലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. രണ്ടാം പാലാണത്. എന്നിട്ട് ഇത് നല്ലോണം വേവണോ? ഇത് നല്ലോണം ഇളക്കി കുറുകണം. ഇനി തേങ്ങയുടെ തമ്പാല് വാരണം. ഇത് അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന അങ്ങനത്തെ പായസം അല്ലല്ലോ, അല്ലേ? അങ്ങനെ ഇത് തേങ്ങയൊക്കെ കൂട്ടുന്ന മറ്റേ തേങ്ങയൊന്നുമില്ല. അങ്ങനെ ഇളക്കി കുറുകണം. ബാക്കിയും കൂടി ഞാൻ ശർക്കരേൻ്റെ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചങ്ങാണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കുക്കറിലാണ് നമ്മൾ പായസം ഉണ്ടാക്കണേ. ഇനി ശർക്കരപ്പാനിയും രണ്ടാം പാലും അരിയും കൂടെ കിടന്ന് നന്നായിട്ട് വേവണം കേട്ടോ. കുറുകണല്ലേ? നല്ലോണം കുറുകണം. ഒക്കെ വേവിച്ച് പായസമൊക്കെ റെഡി ആയിട്ട് പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരി തേങ്ങാക്കൊത്തൊക്കെ നെയ്യിൽ വറുത്തിടുക.
അപ്പോൾ ഇന്നത്തെ പായസം എന്ന് പറയുന്നത് ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള പായസമല്ല, നാടൻ പായസമാണ് അച്ഛമ്മയൊക്കെ ഉണ്ടാകുന്നത്. അതായത് ഇവർ കൈയളവിൽ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഓരോരോ ഫുഡ് ഐറ്റംസ് ഉണ്ടല്ലോ, അതിലൊന്നാണ് കേട്ടോ ഇന്നത്തെ ഒരു പായസം എന്ന് പറയുന്നത്. അപ്പോൾ നല്ല നാടൻ നെയ്യാണ്, നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയ നെയ്യൊന്നല്ല, പാല് കൊണ്ടുവരുന്ന അതിൻ്റെ നെയ്യ് എടുത്ത് വെച്ചിട്ട് അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നല്ല നാടൻ നെയ്യാണ്. അതിൻ്റെ മണം തന്നെ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇത് നെയ്യിൽ തേങ്ങാക്കൊത്തൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ പായസത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് ചേർക്കാനുള്ള ചുക്കും ഏലക്കയും ചെറിയ ജീരകവും അച്ഛമ്മ ചൂടാക്കി എടുക്കാൻ കേട്ടോ. അപ്പോൾ ഈ നോൺ സ്റ്റിക്കിൽ ഇതേപോലെ സ്റ്റീലിൻ്റെ സ്പൂണിട്ട് ഇളക്കാൻ പാടില്ല. അത് ജസ്റ്റ് ഞാനൊരു ഇതാക്കി നിങ്ങളോട് തന്നെ പറയും, എനിക്കറിയാം എല്ലാവരും കമൻറ്റിൽ ഇങ്ങോട്ട് പറയുന്നത്. പക്ഷേ നമ്മൾ പെട്ടെന്നുള്ള ഒരു ഇതിൽ ആ സ്റ്റീൽ സ്പൂണാണ് കേട്ടോ ഉപയോഗിച്ചത്, അത് വേറെ ഒന്നും വിചാരിക്കല്ലേ. അപ്പോൾ ഇത് നമ്മൾ കുക്കറിൽ അരിയും ശർക്കരയും തേങ്ങാപ്പാലും ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് 2 വിസിൽ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഇതേപോലെ കുറുകി വന്നിട്ടുണ്ട്, നന്നായി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛമ്മ പറയുമായിരുന്നു ഇത്ര അങ്ങോട്ട് കുറുകണ്ടായിരുന്നു, നമുക്ക് കുറച്ച് വെള്ളം നമുക്ക് കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് അതിലേക്ക് ഒഴിക്കാമെന്ന്. അപ്പോൾ അച്ഛമ്മ പറഞ്ഞപ്പോൾ ശരിയാണ്, കാരണം ഇത് പിന്നെ തണുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ മുറുകി വരുമല്ലോ. അപ്പോൾ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് അതിൽ ഒഴിച്ചിട്ടുണ്ട്, വീണ്ടും ഒന്നും കൂടെ ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പായസമൊക്കെ നല്ലോണം തിളച്ച് വന്നപ്പോൾ നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ച പൊടിയില്ലേ അത് ഇതിലേക്ക് ചേർത്തു. ഞാൻ അച്ഛമ്മ ഇത്രയും പൊടി ചേർക്കാനുണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ഇത്രയധികം പൊടി ചേർക്കേണ്ട ആവശ്യമുണ്ടോയെന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞു ആ വേണമെന്ന്. അപ്പോൾ അത് ഉണ്ടാക്കി കഴിഞ്ഞങ്ങാണ്ട് ഒരു സ്പൂൺ ഞാൻ വെറുതെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട്, എനിക്ക് കഴിക്കാൻ പാടില്ല എന്നാലും ഈ പൊടീൻ്റെ ഗുഡൻസ് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് നോക്കിയതാണ്. അതായത് ഇത്രയും അധികം ചേർത്ത ചുവയ്ക്കോ അല്ലെങ്കിൽ ടേസ്റ്റ് മാറുമോ എന്നുള്ളത്, പക്ഷേ ഇത്രയും ചേർക്കണം കേട്ടോ, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇത് പൊടിയൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് തേങ്ങേൻ്റെ 1/4 പാലും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇത് ഒഴിച്ച് ഇളക്കിയിട്ട് അടുപ്പിൽ തീ ഓഫാക്കി വെക്കാം. എന്നിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ നെയ്യിൽ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തില്ലേ അത് ഇതിലേക്ക് ആ നെയ്യോടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഒരുപാട് ആർഭാടങ്ങളില്ലാതെ വളരെ സിമ്പിളായിട്ട് ഓരോ കുക്കിങ്ങും ചെയ്യുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് കിട്ടും കേട്ടോ. അതായത് നാടൻ രീതിയിലുള്ള ഭക്ഷണം, നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന നോർമൽ ഭക്ഷണം ഉണ്ടാക്കാനും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. ഒരുപാട് കാര്യങ്ങളും ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുമ്പോഴാണ് അതിന് വേറൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഭക്ഷണം എങ്ങനെ ഉണ്ടാക്കിയാലും അതിന് അതിൻ്റേതായ ടേസ്റ്റാണ്. അതായത് ഇപ്പം കുറേ ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഉണ്ടാക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റും, കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഉണ്ടാക്കുമ്പോൾ അതിന് വേറെ ടേസ്റ്റ്, അങ്ങനെയാണ്. എന്താണെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞ് അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഇവിടുത്തെ ഒരു നാടൻ അരിപ്പായസമാണ്. നമുക്ക് എല്ലാവർക്കും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. ഒരുപാട് എന്താ പറയുക സ്റ്റേജസ് ഒന്നുമില്ല. എളുപ്പത്തിൽ ഇപ്പോൾ ഒരു ഗസ്റ്റൊക്കെ വീട്ടിൽ വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു പായസം ഉണ്ടാക്കണം തോന്നുകയാണെങ്കിൽ ഈ കുറച്ച് അരി എടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. ഇപ്പോൾ ഈ നാടൻ പായസമൊക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് ഡെക്കറേഷൻസ് ഒന്നും ഇല്ലാത്തൊരു ചെറിയൊരു, അതായത് നോർമലി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ കുറച്ച് പച്ചരിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു പായസം ഉണ്ടാക്കാൻ തോന്നുകയാണെങ്കിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു നാടൻ പായസമാണ്. അച്ഛമ്മേൻ്റെതായിട്ടുള്ള രീതിയിലാട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ, ചെറിയ വീഡിയോ ആണ്, കൂടുതൽ വിശേഷങ്ങളൊന്നും അതിലില്ല. എന്താ പറയുക, പിന്നെ മഴയും കാര്യങ്ങളൊക്കെ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് ചെറിയ വ്ലോഗ്സൊക്കെ ആയിട്ട് വരാം. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു എപ്പിസോഡ് വരാം. അതുവരേക്കും ബൈ ബൈ.